ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 1:1 നമ്മളിങ്ങനെ വായിക്കുന്നു. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴി വ്യാപരിക്കുകയോ പരിഹാസകളുടെ പിണിരിക്കുകയോ ചെയ്യാത്തവന് ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാല ഫലം തരുന്നതും ഇല കൊഴിയാത്തതും വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ഈ വ്യക്തിയുടെ പ്രത്യേകത, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല, പാപികളുടെ വഴി വ്യാപരിക്കുന്നില്ല, പരിഹാസങ്ങളുടെ പിന്നിൽ ഇരിക്കുന്നില്ല. അവൻ്റെ പ്രത്യേകത, അവൻ്റെ ആനന്ദം ഈ പുസ്തകത്തിലാണ്. രാവും പകലും അവൻ ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് ഈ വചനം വെളിപ്പെടുത്തുകയാണ്. നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം പോലെയാണെന്ന്. നീർച്ചാലിനരികെ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ഗുണം എന്താ? അതിന് വേനൽക്കാലത്ത് ഭയപ്പെടേണ്ട, വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അതിങ്ങനെ ഇന്ന് ഫലം നൽകിക്കൊണ്ടിരിക്കും, ഇല ഒഴിയാത്തൊരു വൃക്ഷം പോലെ. അപ്പം ഈ വചനത്തിൽ അടിയറ വയ്ക്കുന്നൊരു ജീവിതം, വചനത്തിന് മുന്നിൽ താണുവണങ്ങുന്നൊരു ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ആറ്റുതീരിൽ നിൽക്കുന്ന വൃക്ഷം പോലെയാണെന്ന്. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പിന്നെ ഒരു അനുഗ്രഹം ഒഴുകി വരണമെങ്കിൽ നമ്മുടെ ജീവിതം രാവും പകലും ഈ വചനം ധ്യാനിക്കുന്ന ജീവിതം നമുക്കുണ്ടാവണം. ഇതിനോട് തന്നെ ചേർന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു വചനമാണ് ജോഷുവയുടെ പുസ്തകം 1:8. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ വിജയം വരികയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ജീവിതത്തിൽ വിജയം വരിക്കാനും അഭിവൃദ്ധിപ്പെടാനുള്ള ഒറ്റ മാർഗം ഈ പുസ്തകത്തിൽ ഒരു ആനന്ദം കണ്ടെത്തണം. അതായത് നമ്മുടെ ഫോക്കസ് മറ്റെല്ലാം മാറണം. എന്നിട്ട് ഈ വചനത്തിന് വേണ്ടി ഒരു ജീവിതം, വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ, വചനത്തിന് വില കൊടുക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ആമേൻ.